എന്തിനാണ് പുതിയ 2 പേരെ കൊണ്ടുവരുന്നതെന്നല്ലേ? ഇതിൻ്റെ പിന്നിലൊരു വമ്പൻ ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് നമുക്ക് റിവീൽ ചെയ്യാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷ പുതിയൊരു മോഡിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും പുതിയ 2 ജഡ്ജ് കൂടി ഇപ്പോൾ ഉള്ള 3 പേരെ കൂടാതെ അഗ്നി പരീക്ഷയുടെ വേദിയിലേക്ക് വരുന്നു. ഇന്ന് വരുന്നത് ഡോക്ടർ രജത് കുമാറും വീണയുമാണ്. നാളെ വരാൻ പോകുന്നത് നാദിറയും ശൈത്യയുമാണ്. എല്ലാവരും ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് തന്നെയാണ്. പക്ഷേ എന്തിനാണ് പുതിയ 2 പേരെ കൊണ്ടുവരുന്നതെന്നല്ലേ? ഇതിന് പിന്നിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ട്. ഒരു 8ൻ്റെ പണിയെന്ന് തന്നെ പറയാം. നമുക്കത് ഡിസ്കസ് ചെയ്യാം, അത് റിവീൽ ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി പറയുന്നു. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ ദിവസവും കടന്നു വരുന്ന ഈ അഡീഷണൽ ജഡ്ജസിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം എന്താണെന്ന് പറഞ്ഞാൽ അവസാന നിമിഷത്തേക്ക് വരുന്ന എലിമിനേഷനിൽ ഇവർ ഭാഗവാക്കാവുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ഫെയർ, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഗെയിം കളിക്കുന്ന ആൾ എന്നുള്ളതിനേക്കാൾ ഉപരി ബിഗ് ബോസ് ആരെയാണ് സെലക്ട് ചെയ്യുന്നത്. ബിഗ് ബോസിന് ഒരു വലിയൊരു ക്രൂ മെമ്പേഴ്സ് ഉണ്ട്, ഒരു വലിയ ടീമുണ്ട്. അതിൽ മെൻ്റലിസ്റ്റുകളുണ്ട്, സൈക്കോളജിസ്റ്റുകളുണ്ട്, വിവിധ വിഭാഗങ്ങളിൽപ്പെടുന്ന ഡോക്ടേഴ്സ് പാനലുണ്ട്, ഫിലിം സീരിയൽ സംവിധായകരുണ്ട്, പബ്ലിക് സ്പീക്കേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും കൂടി അടങ്ങിയ ഒരു പാനലാണ്. ഇവർ തീരുമാനിക്കും ആരാണ് ഈ ഷോക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് എന്ന്. അതല്ലാതെ അവിടെ നടക്കുന്ന വെറും മത്സരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. ഇത്തരം ജഡ്ജ്മെൻറ്റുകൾ എടുക്കുന്നത് ഇവരുടെ സ്ഥിരം 3 ജഡ്ജസ് ആയിരിക്കില്ല. ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾ ആരെയൊക്കെയാണ് പുറത്ത് കളയേണ്ടത് എന്നുള്ളതിൽ കാര്യമായ രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. അവരായിരിക്കും ആ തീരുമാനങ്ങൾ എടുക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ മത്സരം ജയിക്കുന്ന ആളെക്കാളും ബിഗ് ബോസ് ആരെയാണ് പുറത്താക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് അവരിലേക്ക് നോമിനേഷൻ പ്രക്രിയ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഈ 2 ജഡ്ജസിൻ്റെ ഉദ്ദേശം. ഇവരെ കുറ്റം പറയാൻ പറ്റില്ല. കളിക്കുന്നത് വേറൊരാളാണ്, വേറൊരു ടീമാണ്. ഇത് ബിഗ് ബോസ് ആണ്. ഇവിടെ ഇങ്ങനെയാണ്. നിങ്ങൾ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. വിയോജിക്കുന്നുവെങ്കിൽ അതും കമൻ്റായിട്ട് രേഖപ്പെടുത്താം. നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ടേക്ക് കെയർ.